ഇന്നലെ ഞങ്ങളെ വീട്ടിലൊരു അതിഥി വരണേ. പിന്നെ അതിഥി എന്ന് പറഞ്ഞപ്പോൾ ആളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാകുമല്ലോ, വേറെ ആരുമല്ല നമ്മളെ വാനര വീരൻ തന്നെയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ കുരങ്ങന്മാരൊക്കെ അവിടെയും ഇവിടെ ആയിട്ട് കാണലുണ്ട്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അടുത്തുള്ളവരൊക്കെ വിളിച്ച് കാട്ടിക്കൂടും. ആളെ കണ്ട പാടെ തന്നെ ഞങ്ങൾ ഒരു പഴം എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിന്. ആ പഴം കൊണ്ട് ഓടിയിട്ട് ഞങ്ങളെ ബാക്കിൽ വന്നിട്ട് ഇരുന്നിട്ട് അത് പൊളിച്ച് കഴിക്കുക. അപ്പോഴാണെങ്കിൽ ഞങ്ങളെ മുറ്റത്തെ മാവിന്റെ വീട്ടിൽ മാങ്ങ വീണടക്കണ്ടായിന്. അപ്പൊ അത് വെറുതെ ഒന്ന് കൊണ്ടുപോയി ഇട്ട് കൊടുത്തപ്പോഴേ പഴം തിന്ന് കഴിഞ്ഞപ്പോൾ ആളതൊക്കെ ആ മാങ്ങയും പൊളിച്ച് കഴിക്കണം. എപ്പോഴെങ്കിലും ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇതുപോലെ ഓരോ അതിഥികളൊക്കെ വരലുണ്ട്. ചിലപ്പോൾ മയില് വരലുണ്ട് കേട്ടോ. പക്ഷെ മയിലിനെ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പൊടി പോലും കിട്ടൂല. ആളുണ്ടല്ലോ പേടിച്ച് പറന്ന് പോകും. ഇതുപോലെ കുരങ്ങന്മാര് ആദ്യമായിട്ടാണ് കിട്ടണത്. ഇതുപോലെ വന്നിട്ട് കഴിക്കലൊന്നും ഇല്ല കേട്ടോ. റോട്ടുമ്മിലൂടെ പേടിച്ച് ഓടലേ ഉണ്ടാവല്ലോ. ഞങ്ങൾക്ക് ഇവിടെ കോട്ടയിൽ അമ്പലം ഉണ്ട്. ആ കോട്ടയിൽ അമ്പലത്തിലാണെങ്കിലും നിറച്ചും കുരങ്ങന്മാരാണ്. ചിലപ്പോൾ അവിടെ നിന്ന് വന്നതാവുന്നാണ് തോന്നണത്. പിന്നെ ഞങ്ങളെ വീടിന്റെ ബാക്കിലാണെങ്കിലോ പച്ചക്കറിന്റെ വേസ്റ്റ് കൊണ്ടുപോയി ഇടലുണ്ട്. അപ്പൊ അതിലാണെങ്കിലോ ഒന്ന് രണ്ട് പഴങ്ങളൊക്കെ വേറെ ഉണ്ടായിന്. അപ്പൊ അതൊന്നും ഒന്ന് രണ്ടെണ്ണൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. അതും എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ ആള് മാന്യനാ, ചീഞ്ഞതും പുളിച്ചതും എടുത്ത് കഴിക്കണില്ല കേട്ടോ. നല്ലത് നോക്കി മാത്രമേ കഴിക്കണുള്ളൂ. മൂപ്പര് വിശപ്പൊക്കെ ഏകദേശം മാറിയെന്നാണ് തോന്നണത്. ഇനി പോവാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ അടുത്തുള്ള മതിലിന്റെ മുകളിലേക്ക് കയറി കൂടാനുള്ള പരിപാടിയിലാണ്. ഇതുപോലെ ആർക്കും ശല്യം ഇല്ലാതെ വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കും തിരക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തരണ്ട്. അല്ല ശല്യം ചെയ്യാനാണ് പരിപാടി ചിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാനാ, സഹിക്കുന്ന വേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഉണ്ടല്ലോ കുരങ്ങ് ഇറങ്ങി പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ.